ലോജിക് ലോഞ്ചിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് ലോജിക്കിന്റെ ഡയറക്ടറായ സന്തോഷ് സാറാണ്. ലോജിക് CMA യുടെ ഒരു പ്ലാറ്റിനം പ്രൊവൈഡർ ആണ്. അതിനെപ്പറ്റി സാറിനോടൊന്ന് ചോദിക്കാം. സാർ, ലോജിക് CMA യുടെ ഒരു പ്ലാറ്റിനം പ്രൊവൈഡർ ആണ്. ഇതിലൂടെ സ്റ്റുഡൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാമോ? ലോജിക് CMA യുടെ ഇന്റർനാഷണൽ പ്ലാറ്റിനം പാർട്ട്ണറാണ്. 2005 ലോജിക് ആദ്യം CMA സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 18 years ബിഫോർ, വിത്ത് എ സിംഗിൾ ഡിജിറ്റ് നമ്പർ. 3 കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നത്. ഇപ്പം ഏകദേശം 18 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഈ പ്ലാറ്റിനം പാർട്ട്ണർഷിപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് ലേണിംഗ് പ്രൊവൈഡർ ആവുന്നത് നോർമലി 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഒന്ന്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആ സ്ഥാപനത്തിൽ നിന്ന് എൻറോൾ ചെയ്യുന്നത്. 2, റിസൾട്ട്, സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസൾട്ട്. ഞാൻ ആദ്യം റിസൾട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഗ്ലോബൽ ആവറേജ് അല്ലെങ്കിൽ ഇന്ത്യൻ റിസൾട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോജിക്കിന്റെ റിസൾട്ട്സ് ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ ഒരു ആവറേജ് റിസൾട്ട് എന്ന് പറയുന്നത് 37%. കഴിഞ്ഞ 2 വിൻഡോയിൽ ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്ത റിസൾട്ട് 80% കൂടുതലാണ്. അത് മാത്രമല്ല, ഈ ഓരോ എക്സാമിൻ്റെ കഴിയുമ്പോൾ ഗ്ലോബലി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 10 സ്റ്റുഡൻസിനെ ഡിസ്റ്റിങ്വിഷ്ഡ് പെർഫോമേഴ്സ് വെച്ചാൽ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിന് ഈക്വലൻ്റ് ആയിട്ട് IMA കൺസിഡർ ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ലോജിക് സ്റ്റുഡൻസ് വഴിയാണ്. ഇപ്പം ലാസ്റ്റ് ഇന്ത്യയിൽ വന്ന 2 റാങ്ക് ഹോൾഡേഴ്സും ഇവിടുന്ന് ലോജിക്കിൽ നിന്നാണ്. അപ്പോൾ ആ റിസൾട്ട് ഈ പ്ലാറ്റിനം പാർട്ട്ണർഷിപ്പ് കിട്ടാൻ ഒരു കാരണമായി. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, 2005 തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ ആദ്യം ആയിട്ട് ഈ കോഴ്സ് കൊണ്ടുവരുന്ന ലോജിക്കാണ്. അപ്പോൾ ആ 3 സ്റ്റുഡൻസിൽ നിന്ന് ഇന്ന് ഏകദേശം 1000 സ്റ്റുഡൻസോളം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോജിക്. അപ്പോൾ ആ നമ്പറിൽ വന്ന് ഇൻക്രീസ്. ഈ 2 ഫാക്ടേഴ്സാണ് ലോജിക്കിനെ ഇന്റർനാഷണൽ പ്ലാറ്റിനം പാർട്ട്ണർ ആക്കിയത്. ഇനി ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്താ ബെനിഫിറ്റ് എന്നുള്ളത്. ഒന്ന്, ഇവിടെ ഒരു കുട്ടി പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ 18 വർഷത്തെ ആ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസുമാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു നോർമൽ സ്റ്റുഡൻറ്റ്, അതേപോലെ ലോജിക്ക് പോലുള്ള ഒരു പ്ലാറ്റിനം പാർട്ട്ണർ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ലേണിംഗ് പ്രൊവൈഡറിൻ്റെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, ഇവർക്ക് IMA ചാർജ് ചെയ്യുന്ന മെമ്പർഷിപ്പ്, എൻട്രൻസ്, എക്സാം ഫീസുകൾ ഡിഫറെൻ്റ്, സെയിം അല്ല. അപ്പോൾ ലോജിക്കിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഒരു നോർമൽ സ്റ്റുഡൻറ്റിനേക്കാൾ കുറഞ്ഞ മെമ്പർഷിപ്പ്, എൻട്രൻസ്, എക്സാം ഫീസിലാണ് പഠിക്കുന്നത്. നമുക്കൊരു സ്കോളർഷിപ്പ് ആണെന്ന് പറയാത്. ഇറ്റ്സ് എ സോർട്ട് ഓഫ് സ്കോളർഷിപ്പ്. ആ പ്രിവിലേജൂടെ ലോജിക്കിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട്.